ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ മൗനം വെടിഞ്ഞ് നടൻ മോഹൻലാൽ. കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം, കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഇൻഡസ്ട്രിയെ നശിപ്പിക്കരുത് എന്ന മോഹൻലാലിന്റെ അഭ്യർത്ഥന. വിവരങ്ങളുമായി ടി.എസ്. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, മോഹൻലാൽ നാളുകൾക്ക് ശേഷമാണ് മറുപടി പറയുന്നത്. ആ മറുപടിയിൽ മുഖപുര, ആമുഖം തന്നെ ഈ വാക്കുകൾ, നിങ്ങൾ ചോദിക്കുന്ന എല്ലാത്തിനും എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന മുഖവരിയോടെയാണ് താരം സംസാരിച്ചത്. പല കാര്യങ്ങൾക്കും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. പക്ഷേ റിപ്പോർട്ടിന്മേൽ പല കാര്യങ്ങളും അദ്ദേഹം പറയുകയും അഭ്യർത്ഥന മുന്നോട്ട് മാധ്യമങ്ങളോട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങൾ. ഉറപ്പായിട്ടും ഈ മാധ്യമങ്ങളെ കാണുമെന്നുള്ള കാര്യം പോലും സ്ഥിരീകരിച്ചിരുന്നില്ല. കാരണം നമ്മൾ ഇവിടെ വന്ന സമയത്ത് ഇന്നലെ ഒരു അറിയിപ്പുണ്ടായിരുന്നു, ഇങ്ങനെ മോഹൻലാൽ മാധ്യമങ്ങളെ കാണും, തിരുവനന്തപുരത്ത് വെച്ച് കാണും എന്നുള്ളൊരു അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനുള്ള സാധ്യത കുറവ് എന്നുള്ള രീതിയിലാണ് ആദ്യം തോന്നിയത്. പക്ഷേ KCLുമായി ബന്ധപ്പെട്ട പരിപാടി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പുണ്ടായിരുന്നു, ഈ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം മാത്രമേ മോഹൻലാൽ പോകൂ എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നിസ്സഹായനായി വന്ന് സംസാരിക്കുന്ന ഒരു മോഹൻലാലിനെയാണ് ഞാൻ കണ്ടത്. ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യമേ അദ്ദേഹത്തിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളെ പറ്റിയും അദ്ദേഹം ഒരു മുഖവുരയോടുകൂടിയാണ് തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷേ അതൊന്നിനും എനിക്ക് ഉത്തരമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിച്ച 2 കാര്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി ഉത്തരം നൽകി. അതായത് ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ, നിങ്ങൾ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണോ എന്നുള്ള ചോദിച്ചപ്പോൾ മോഹൻലാൽ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായി എനിക്കറിയില്ല, ഞാൻ ആ പവർ ഗ്രൂപ്പിന്റെ ഭാഗവുമല്ല എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞ മറുപടി. മാത്രമല്ല, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആരോപണങ്ങൾ, ഈ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു അന്വേഷണം വേണ്ടേ? തീർച്ചയായും വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കുറ്റക്കാരെ സംരക്ഷിക്കേണ്ടതില്ല, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. അതാണ് ഹരികൃഷ്ണൻ വ്യക്തമാക്കിയത്.